പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു സംഘർഷം സലോമോൻ ഉണ്ടായ അതേ സംഘർഷമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഇത് ഇത്ര പ്രാർത്ഥിച്ചിട്ട് എന്തോ കാര്യമുണ്ട്, അല്ലെങ്കിൽ എന്തോ പ്രയോജനവുമുണ്ട്, ഞാൻ ചെയ്യുന്ന ഈ കാര്യം അതിലെന്തെങ്കിലും പ്രയോജനമുണ്ടോ, വ്യർത്ഥമല്ലയോ എന്ന് ചിന്തിച്ചു പോകും. ഉദാഹരണം പറഞ്ഞാൽ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ, ഓക്കെ, കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ നോക്കുമെന്ന ഒരു സ്വപ്നം ഉണ്ട്, ഒരു ആഗ്രഹമുണ്ട്, ഒരു സ്വപ്നമുള്ളതുകൊണ്ട് മക്കളെ വളർത്തുന്നതിൽ വലിയ പാടില്ല. പക്ഷേ ഈ കാലത്തിൽ ആ സ്വപ്നം അസ്ഥാനത്താണ്. ഈ മക്കൾ എത്രത്തോളം നോക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ നേരെ തിരിച്ച് വാർദ്ധക്യത്തിൽ അപ്പനും അമ്മ എത്തുമ്പോൾ മക്കൾ അപ്പനും അമ്മയെ നോക്കുവാൻ അവർക്ക് മീനിങ്ലെസ് ആയിട്ട് തോന്നും, അർത്ഥശൂന്യം. എന്തിനാണ് ഞാൻ അധ്വാനിക്കുന്നത്, എന്തിനാണ് അപ്പനും അമ്മയെ നോക്കുന്നത്? എന്നാൽ ആ കാര്യത്തിൽ ഒരു അർത്ഥമില്ലാത്തതുപോലെ മക്കൾക്ക് തോന്നും. കൂടിപ്പോയാൽ മക്കൾ ചിന്തിക്കും, നോക്കിയാൽ ഒരു അല്പം കൂടി ഷെയർ എനിക്ക് കിട്ടും, അതുകൊണ്ട് ചിലപ്പം ചില മക്കൾ നോക്കുന്നു. അല്ലെങ്കിൽ അതൊരു മീനിങ്ലെസ് ആയിട്ട് തോന്നും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പലതും ചെയ്യുന്നതിൽ നമുക്ക് ഇതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ, പ്രയോജനമുണ്ടോ, ഈ പ്രയത്നത്തിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്ന് ചിന്തിക്കും. ഉദാഹരണം പറഞ്ഞാൽ പ്രാർത്ഥന. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞ, നമ്മുടെ സഭയിൽ തന്നെ ഒരാൾ പറഞ്ഞ, ഒരു ദിവസം ഇങ്ങനെ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ചിന്തിക്കുക, ഞാൻ എന്നും ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടുത്തെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് ഞാൻ നിർത്തുക, എന്നെക്കൊണ്ട് ഇത് അങ്ങനെ ചിന്തിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, റിസൾട്ട് ഉണ്ടോ? എൻ്റെ ജീവിതത്തിലും പലപ്പോഴും ഞാൻ നേരിടുന്ന ഒരു ക്രൈസിസാണ്. ഈസ് ഇറ്റ് മീനിങ്ഫുൾ? സാത്താൻ്റെ ഏറ്റവും വലിയ പോരാട്ടം ഞാൻ മനസ്സിലാക്കുന്നത്, നാം ദൈവഹിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവവേലയിൽ മുന്നേറാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മീകമായി നാം സമ്പന്നരാകാൻ ആഗ്രഹിക്കുമ്പോൾ, സാത്താൻ പലപ്പോഴും നമ്മുടെ മനസ്സിലിടും, ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്, ഇസ് ഇറ്റ് മീനിങ്ഫുൾ? ഒരു ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം ഇടുവാൻ സാത്താൻ എപ്പോഴും ശ്രമിക്കാൻ സാധ്യതയുണ്ട്. എന്നെ ബലപ്പെടുത്തിയ ഒരു തിരുവചനമാണ് ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 58-ാം വാക്യം. മതി. നാം ഇവിടെ കണ്ടത് പൗലോസിന്റെ വാക്കുകളാണ്, വാചകങ്ങളാണ്. ഇവിടെ നാം വായിച്ച ഈ തിരുവെഴുത്തിൽ ഞാൻ മുഖവരയായി പറഞ്ഞ ഒരു ചോദ്യമാണ്, നമ്മുടെ പ്രയത്നം അത് വ്യർത്ഥമാണോ എന്നൊരു ചിന്ത എന്നെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ട്, കർത്താവിനെ വിളിച്ചത്, കർത്താവിനെ സേവിച്ചത്, അല്ലെങ്കിൽ ആത്മീയതയിൽ മുന്നേറുന്ന പല നിലകളിൽ നാം ചെയ്യുന്ന പല കാര്യങ്ങളായിരിക്കാം. നമ്മൾ ആത്മീകമോ സെക്യുലറോ പലതും നാം ചിന്തിക്കും, ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? പക്ഷേ പൗലോസിന്റെ ഈ വചനം എൻ്റെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ ബലപ്പെടുത്തി, കഴിഞ്ഞ നാളുകളിൽ ബലപ്പെടുത്തി, ഈ ദിവസങ്ങളിൽ എന്നെ വളരെ ബലപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ഉള്ളിൽ കർത്താവ് തന്ന ആ ആലോചന നിങ്ങളുമായി, ഇവിടെയുള്ള ദൈവമക്കളുമായി ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ആ വാക്യം ഒരിക്കൽ കൂടി വായിച്ചാലും, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ആകയാൽ, ആ വാക്യത്തിന്റെ തുടക്കം എന്തുവാ? ആകയാൽ. ആകയാൽ എന്ന്, therefore എന്ന് നാം ബൈബിളിൽ എവിടെയെങ്കിലും കണ്ടാൽ, പുതിയ നിയമത്തിൽ ധാരാളമുണ്ട്, അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളിലേക്ക് നാം പോകണം. എന്തുകൊണ്ടാ ആകയാൽ? ആകയാൽ എന്ന പൗലോസ് ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ അതിൻ്റെ 15-ാം അധ്യായം നമുക്കറിയാം, പുനരുത്ഥാനത്തെ വിവരിക്കുന്ന ഒരു മനോഹരമായ അധ്യായമാണ്. ആകയാൽ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി തീരണമെന്ന് പറയുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്. എന്തുകൊണ്ടാണ് പൗലോസ് ഈ ഒരു പ്രബോധനം നൽകുന്നത്?
ഈ 15-ാം അധ്യായം മുഴുവനും ഒരു ഉപദേശമാണ്. പുനരുത്ഥാനത്തിന് ഉപദേശം വിവരിച്ചു വന്നിട്ട് അവസാനം ഒരു പ്രബോധനം, ഒരു കൽപ്പന പൗലോസ് നൽകിയ ഈ 15-ാം അധ്യായത്തിൽ നമുക്ക് ഒന്ന് സംക്ഷിപ്തമായി പറഞ്ഞാൽ, ക്രിസ്തു വന്നു, ക്രിസ്തു മരിച്ചു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തു നമ്മുടെ പാപങ്ങളെ തൻ്റെ മേൽ വഹിച്ചു. 55 മുതലുള്ള വാക്യങ്ങളിൽ അവസാനമായ ഇതിന് തൊട്ടു മുകളിലുള്ള പശ്ചാത്തലം നോക്കുമ്പോൾ 55 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാലും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം നാം കഴിഞ്ഞ ഒരു സെഷനിലും ധ്യാനിച്ചായിരുന്നു. അനേക വിഷയങ്ങളുള്ള സഭയാണ് കൊരിന്ത്യ സഭ. അവർക്കൊരു കത്ത് പൗലോസ് എഴുതുമ്പോൾ ഈ 15-ാം അധ്യായത്തിന്റെ ഫോക്കസ്, ഇവരിൽ ചിലർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ബൈബിൾ സ്റ്റഡിയിൽ നാം അത് അല്പമായി ചിന്തിച്ചു. അവരോട് പൗലോസ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മളും മരണശേഷം പുനരുത്ഥാനം പ്രാപിക്കും. അത് വെറുമൊരു ആത്മരൂപിയായിട്ടല്ല, ഈ ശരീരത്തിനൊരു പുനരുത്ഥാനമുണ്ട്. ഈ ശരീരം പുനരുദ്ധരിക്കും. ഈ ശരീരം ഈ മൺമയമായത് വിൺമയമായതിനെ ധരിക്കും. അത് പറഞ്ഞിട്ടാണ് പൗലോസിയോട് പറയുന്നത്, ഈ പുനരുത്ഥാനത്തിന്റെ ഉറപ്പുള്ളതുകൊണ്ട് ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? ഈ മരണം, ഈ മരണത്തിന്റെ വിഷമുള്ള പാപം, ഈ വിഷമുള്ള ആദ്യം അല്ലെങ്കിൽ ഇതിനെ അനുഭവിച്ച വ്യക്തി ആരാ? യേശു കർത്താവ് ക്രൂശിന്മേൽ മരണത്തെ ഏറ്റെടുത്തപ്പോൾ, മരണത്തിന്മേൽ ജയിച്ചപ്പോൾ ഒരു ദൈവ പൈതലിന് മരണത്തെ ഭയപ്പെടേണ്ട, പാതാളത്തെ ഭയപ്പെടേണ്ട, എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെടേണ്ട. യേശു മരണത്തെ ജയിച്ചു, പുനരുത്ഥാനം പ്രാപിച്ചു. എനിക്കും പുനരുത്ഥാനമുണ്ട്, എനിക്ക് മരണത്തെ ഭയപ്പെടേണ്ട. മരണത്തിന്മേലുള്ള ആത്യന്തിക ജയം എനിക്കാണുള്ളത്. ഞാൻ തോറ്റ ഒരു ജനറലിന്റെ പുറകെയല്ല, ഞാൻ ജയിച്ച ഒരു ജനറലിന്റെ പുറകെയാണ് നടക്കുന്നതെന്നുള്ള ഉറപ്പാണ്. ആ ഉറപ്പിൽ നിന്നുകൊണ്ട് ഭക്തൻ പറയുകയാണ്, അതുകൊണ്ട് 58-ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ആകയാൽ നിങ്ങൾ ഉറപ്പുള്ളവരാകണം, കുലുങ്ങാത്തവരാകണം, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ വർദ്ധിച്ചു വരണം. മെയിനായിട്ട് കമാൻഡ് കൊടുക്കുന്ന കാര്യങ്ങളാണ് എന്താ? നിങ്ങൾ ഉറപ്പുള്ളവരാകണം, കുലുങ്ങാത്തവരാകണം, കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. എന്നാൽ പൗലോസിന്റെ കൽപ്പനയാ, സജഷൻ അല്ല, ഒരു അഭിപ്രായമല്ല, കൽപ്പന. എന്ത്? ഉറപ്പുള്ളവരാകണം, കുലുങ്ങാത്തവരാകണം, കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ലാത്തതുകൊണ്ട് നിങ്ങൾ അതിൽ ഉറപ്പെന്ന് പറഞ്ഞാൽ, ഉറപ്പും കുലുങ്ങാത്തവരെന്ന് പറഞ്ഞാൽ അൺഷേക്കബിൾ, ആർക്കും കുലുക്കാൻ കഴിയത്തില്ല. കുലുങ്ങാത്തവർ, ഇമ്മൂവബിൾ, അനക്കമില്ലാതെ ഒരിടത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ അനങ്ങാതെ നിൽക്കണം, ഒന്നും ചെയ്യാതെ നിൽക്കണം എന്നല്ല, കർത്താവിൻ്റെ വേലയിൽ. എന്നാൽ ഇവിടെ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും എന്താണെന്ന് പറയുമ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. നിങ്ങൾ ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ച് പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ, നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ. ഇവിടെ കുലുങ്ങാത്തവരും ഉറപ്പുള്ളവരുമായി നിൽക്കണം. മതി. അവിടെ പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? ഒന്നും ചെയ്യാതെ നിൽക്കണമെന്നല്ല. സുവിശേഷത്താൽ നിങ്ങൾക്കൊരു പ്രത്യാശ കിട്ടി, പുനരുത്ഥാനത്തിന് പ്രത്യാശ കിട്ടി, മരിച്ചാലും ജീവിക്കുമെന്ന പ്രത്യാശ കിട്ടി, മരണത്തെ ഭയപ്പെടേണ്ടെന്ന ഉറപ്പ് കിട്ടി. അതുകൊണ്ട് ആ സുവിശേഷത്തിലെ പ്രത്യാശയിൽ നിങ്ങൾ എന്ത് ചെയ്യല്ല? ഇളകരുത്. സ്റ്റാൻഡ് ഫേം. ആ പ്രത്യാശയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ എന്ത് ചെയ്യണം? എന്തുകൊണ്ട്?
കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരേണ്ടത്, കാരണം നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥം അല്ല. ഇന്ന് നമ്മുടെ മുന്നിലുള്ള സമയം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് എന്തുവാണ് ഈ പ്രയത്നം, എന്തുവാണ് ഈ വേല. വാട്ട് ഈസ് ദിസ് ലേബർ, വാട്ട് ഈസ് ദിസ് ടോയിൽ. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇത് വ്യർത്ഥമല്ലാത്ത. ഈ ഒരു വിഷയമാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ, നമുക്കറിയാം ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് പ്രവർത്തിയാൽ അല്ല. പ്രവർത്തിയാൽ അല്ല, ഒരു ജഡവും പ്രവർത്തിയാലല്ല രക്ഷിക്കപ്പെടുന്നത്, വിശ്വാസത്താൽ മാത്രമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, അതിന് പ്രവർത്തി കാരണമല്ല. അത് പറഞ്ഞ് ചിലർ എക്സ്ട്രീമിൽ പോയി പറയും എന്ത് വേണ്ട, പ്രവർത്തി വേണ്ട. ആ ദുരുപദേശത്തിനുള്ള ശക്തമായ ഖണ്ഡനമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. പ്രവർത്തി വേണം, പ്രയത്നം വേണം. ഇവിടെ പ്രയത്നത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രയത്നിച്ച് ഒരു വ്യക്തി അവശനായി തീരുന്ന ഒരു അവസ്ഥയാണ് ഇവിടുത്തെ പ്രയത്നം, ലേബർ. എന്നാൽ ക്രിസ്ത്യൻ ലൈഫിന്റെ ഇന്റഗ്രൽ പാർട്ടാണ് പ്രയത്നം. ക്രിസ്തീയ ജീവിതത്തിൽ പ്രയത്നമുണ്ട്, അധ്വാനമുണ്ട്, പ്രവൃത്തിയുണ്ട്. ഇനിയും ചോദ്യം, ഈ പ്രവൃത്തി എന്തുവാണ്? വാട്ട് ഈസ് ദിസ് വർക്ക്? ഈ പ്രയത്നം എന്തുവാ? പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ജനറലായിട്ട് എന്താണ് പ്രവർത്തനം, എന്താണ് ഈ വേല, എന്തുവാണ് ഈ പ്രവൃത്തി എന്നൊന്ന് ഞാൻ പറയട്ടെ. പക്ഷേ അതിൽ ഞാൻ നിൽക്കുന്നില്ല, അതല്ല എൻ്റെ എംഫസിസ്. കാരണം ഈ വാക്യത്തിനൊരു പശ്ചാത്തലമുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ എന്താണ് പ്രവൃത്തി? ഒരു പാസ്റ്ററുടെ പ്രവർത്തനം മാത്രമല്ല, പ്രയത്നം മാത്രമല്ല, എല്ലാ ദൈവമക്കൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഈ പ്രയത്നത്തിൽ വരുമെന്ന് ഞാൻ ആദ്യം പറയട്ടെ. യോഹന്നാൻ 15:5 യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒന്നുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേകിച്ച് എക്സെപ്ഷൻ ക്ലോസ് ഒന്നുമില്ല, ഒന്നും. സോ എവറിത്തിങ് must be done in reliance on Jesus. യേശുവിൽ ആശ്രയിച്ചായിരിക്കണം നമ്മൾ ചെയ്യുന്ന എല്ലാം. ദൈവ പൈതലിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 1 കൊരിന്ത്യർ 10:31 നാം വായിക്കുന്നു, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി തിന്നുക, കുടിക്കുക. എല്ലാ പ്രവൃത്തിയും എന്തിനു ചെയ്യണം? ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മഹത്വത്തിനായി ചെയ്യണം. ഒന്ന്, ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിലുള്ള ആശ്രയത്തിൽ ചെയ്യണം. 2, നാം ചെയ്യുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിൽ നീ ചെയ്യണം. കൊലോസ്യ ലേഖനത്തിൽ വരുമ്പോൾ കൊലോസ്യർ 3:17 ഒന്ന് വായിച്ചാലും, വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തതും, എല്ലാം യേശുവിന്റെ നാമത്തിൽ ചെയ്യണമെന്ന്. എല്ലാം സകലതും യേശുവിന്റെ നാമത്തിൽ ചെയ്ത് അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. എല്ലാം യേശുവിന്റെ നാമത്തിൽ ചെയ്യണം. 3:23 ഒന്ന് നോക്കിയാലും, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. മതി. എന്നാൽ പ്രവൃത്തിയെക്കുറിച്ച് പുതിയ നിയമം പറയുന്ന ഒന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഒന്ന്, നാം ചെയ്യുന്നതെല്ലാം പൂർണ്ണ ദൈവാശ്രയത്തിൽ ചെയ്യണം. കാരണം കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നെ വളരെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഒരു ഇംഗ്ലീഷ്കാരനായ പോൾ വാഷർ. താൻ പറയുന്ന കാര്യമാണ്, നാം പലപ്പോഴും പറയും യു നീഡ് ദ പവർ ഓഫ് ഗോഡ് ടു പ്രീച്ച്. പ്രസംഗിക്കാൻ ദൈവത്തിൻ്റെ ശക്തി വേണം. പക്ഷെ അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ഷൂവിൻ്റെ ലേസ് കെട്ടണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തി വേണം. പ്രസംഗിക്കാൻ മാത്രമല്ല, ഏറ്റവും നിസാര കാര്യം ചെയ്യണമെങ്കിലും യു നീഡ് കാരണം യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക്. എന്നാൽ എല്ലാം ദൈവത്തിലുള്ള തികഞ്ഞ ആശ്രയത്തോട് ചെയ്യുന്നതാണ് ഒരു ദൈവ പൈതലിന്റെ പ്രവൃത്തി. അതെല്ലാം ദൈവനാമ മഹത്വത്തിന് ചെയ്യുന്നു, അതെല്ലാം യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്നു, അതിലെല്ലാം യേശുവിന് എന്ന വണ്ണം ചെയ്യുന്നു. ഏതേലും പ്രവൃത്തി ഒഴിച്ചു വെക്കാൻ പറ്റുമോ?
നമ്മൾ ചെയ്യുന്ന ഏറ്റവും നിസ്സാരമായ, സഹോദരിമാർ ചെയ്യുന്ന അടുക്കളയിലെ കാര്യമായിക്കോട്ടെ, പാചകം വെക്കുന്നതായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതെല്ലാം, ആ പ്രവൃത്തികളെല്ലാം ഈ നിലയിൽ ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ മുൻപാകെ പ്രഷ്യസാണ്. എന്നാ ഈ എല്ലാ പ്രവൃത്തികളും വ്യർത്ഥമല്ലെന്ന് ചോദിച്ചാൽ ഈ വാക്യം വെച്ച് നമുക്ക് പറയാം, ഈ എല്ലാ പ്രവൃത്തികളും വ്യർത്ഥമല്ല. ഞാൻ നേരത്തെ ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിൽ എടുത്തൊരു കാര്യമാണ് ഈ സേക്രഡും സെക്യുലറും, ദൈവികവും ലൗകികമായ രണ്ടില്ല. നാം ചെയ്യുന്നതെല്ലാം എന്തുവാ? ദൈവത്തിനാ ചെയ്യുന്നത്. ചിലർ ചിന്തിക്കും ചർച്ച വരുന്നത് ആത്മീയത, ഓഫീസിൽ പോകുന്നത് അത് ലോകം. അങ്ങനല്ല. നാം ചെയ്യുന്ന A to Z എല്ലാം എന്തിൻ്റെ അണ്ടർ വരുന്നു? അതെല്ലാം കർത്താവിനാ ചെയ്യേണ്ടത്. അതെല്ലാം കർത്താവിൻ്റെ നാമത്തിലാണ് ചെയ്യേണ്ടത്. മാർട്ടിൻ ലൂതർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത്, ഒരു പുരുഷൻ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡയപ്പർ മാറുന്ന ആയിക്കോട്ടെ, കുഞ്ഞിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന ആയിക്കോട്ടെ, മനുഷ്യൻ നോക്കി അത് പരിഹസിക്കുമായിരിക്കും. പക്ഷേ ഒരു ദൈവ പൈതൽ അത് ചെയ്യുമ്പോൾ സ്വർഗം അത് നോക്കി സന്തോഷിക്കുകയാണെന്ന് മാർട്ടിൻ ലൂതർ പറയാനിടയായി തീർന്നു. നമ്മൾ ചിന്തിക്കും നിസാരവും ട്രിവിയലായിട്ടുള്ള കാര്യങ്ങളൊന്നും ദൈവിക വേലയല്ലെന്ന്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു ദൈവ പൈതൽ ദൈവരാജ്യത്തിലായതിനു ശേഷം ചെയ്യുന്നതെല്ലാം എന്തുവാ? അത് കർത്താവിനാ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസോട് പറയുന്നത്, കർത്താവിന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രയത്നവും അത് വ്യർത്ഥമല്ല. ഓൾ ദാറ്റ് യു ഡു ഇൻ ദ ലോർഡ്, കർത്താവിൽ ആയത് നിമിത്തം ചെയ്യുന്നത്. നമ്മളെല്ലാം യേശു കർത്താവിൽ ആക്കി തീർത്തു. നമ്മൾ ഒരിക്കൽ ആദാമിലായിരുന്നു, ഇന്ന് നമ്മൾ യേശുവിലാ. നാം യേശുവിൽ ചെയ്യുന്നതെല്ലാം എന്താ? ഈ പ്രയത്നങ്ങളാണ്. ഇതൊന്നും വ്യർത്ഥമല്ല. എല്ലാം നാം ചെയ്യുന്ന A to Z, നമ്മൾ പ്രാർത്ഥിക്കുന്നതോ, പ്രസംഗിക്കുന്നതോ, ജോലി ചെയ്യുന്നതോ, ആശുപത്രി പോകുന്നതോ, കിളയ്ക്കുന്നതോ, പെയിന്റ് ചെയ്യുന്നതോ, എന്തും ചിന്തിച്ചോ, ഇതെല്ലാം കർത്താവിന് എന്നവണ്ണം കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ചെയ്താൽ ആ പ്രയത്നം കർത്താവിലുള്ള പ്രയത്നമാണ്. എന്ത് ചെയ്താലും അത് കർത്താവിൽ എന്നവണ്ണം ചെയ്യുമ്പോൾ ആ പ്രയത്നത്തെ നമുക്കിവിടെ ഉൾപ്പെടുത്താം. പൗലോസ് പറയാണ്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. പക്ഷേ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രയത്നം, ഈ എല്ലാ പ്രയത്നവും വരുമെങ്കിലും പൗലോസ് പ്രത്യേകമായി ഒരു പ്രയത്നമാണ് ഉദ്ദേശിക്കുന്നത്. ആ 15-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. മതി. പൗലോസ് പറയുകയാണ് താൻ പ്രയത്നിച്ച പ്രയത്നത്തെക്കുറിച്ച്. ഏത് പ്രയത്നമാ? ഞാൻ ദിനംതോറും മരിക്കുന്നു. ഞാൻ എഫെസോസിൽ മൃഗയുദ്ധം ചെയ്തെന്ന് പറഞ്ഞാൽ നേരിട്ട് മൃഗവുമായിട്ട് ഫൈറ്റ് ചെയ്തതെന്നല്ല. ആ ദേശത്ത് ദൈവിക പ്രവർത്തനം വരുവാൻ സുവിശേഷത്തിന് വേണ്ടി ഒരു യുദ്ധം പൗലോസ് ചെയ്തു. സുവിശേഷത്തിന് വേണ്ടി ഒരു പ്രയത്നം ചെയ്തു. ഈ 15-ാം അധ്യായത്തിൽ തന്നെ നാം വരുമ്പോൾ, ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ, ഞാൻ എടുക്കുന്നില്ല വാക്യം, നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ ഈ 15-ാം അധ്യായത്തിലെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രയത്നം മെയിനായിട്ട് സുവിശേഷത്തിന് വേണ്ടി ചെയ്യുന്ന പ്രയത്നമാണ്. അത് പറയാൻ വേണ്ടി നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു വാക്യത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവീൻ. ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. 11:1. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവീൻ. പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി എല്ലാം ചെയ്യണം. അത് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാനും അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ആർക്കും, യഹൂദനോ യവനനോ സഭയിലുള്ളവർക്കോ ആർക്കും എന്ത് ചെയ്യുന്നില്ല, ഇടർച്ചയാകുന്നില്ല. എനിക്ക് ചിലരെ എന്ത് ചെയ്യണം? നേടണം. സുവിശേഷത്താൽ ചിലരെ കർത്താവിൻ്റെ സന്നിധിയിൽ
കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് 11:1 പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികൾ ആയിരിപ്പീൻ. നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതാണ് 1 കൊരിന്ത്യർ 9:23. 1 കൊരിന്ത്യർ 9:23. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. എന്നാ ഈ ലേഖനത്തിൽ വീണ്ടും വീണ്ടും പൗലോസ് പറയുകയാണ്, താൻ ചെയ്യുന്ന പ്രയത്നത്തിന്റെ പ്രത്യേകത അത് സുവിശേഷത്തിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരെ ക്രിസ്തുവിലേക്ക് നേടാൻ ചെയ്യുന്ന പ്രയത്നമാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളും എൻ്റെ അനുകാരികളാകണം. ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രയത്നവും ഇതിൽ ഉൾപ്പെടുമെങ്കിലും പൗലോസ് ദൈവമക്കളെ ആഹ്വാനം നൽകുകയാണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രയത്നവും കർത്താവിനാണ്, പക്ഷേ സുവിശേഷത്തിന് വേണ്ടിയുള്ള സുവിശേഷ പ്രഘോഷണത്തിലും സുവിശേഷം മറ്റുള്ളവർ അറിയാൻ വേണ്ടിയും മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുമുള്ള പ്രയത്നത്തിൽ നിങ്ങൾ എല്ലാവരും സുവിശേഷത്തിൻ്റെ പ്രയത്നത്തിൽ ഭാഗഭാക്കാകണം. ആ ഒരു ആഹ്വാനമാണ് 1 കൊരിന്ത്യ ലേഖനത്തിൽ വീണ്ടും വീണ്ടും കാണുന്നത്. ഞാൻ സുവിശേഷത്തിന്റെ പ്രയത്നത്തിൽ വ്യാപൃതനായിരിക്കുന്നു. ഞാൻ എഫെസോസിൽ മല്ലയുദ്ധം ചെയ്തു. എന്തിനാ? സുവിശേഷത്തിന് വേണ്ടി. ഞാൻ സുവിശേഷം നിമിത്തം എല്ലാവരെയും പ്രസാദിപ്പിക്കുന്നു. യഹൂദനെയോ യവനേനെയോ എല്ലാവരെയും നേടാൻ ശ്രമിക്കുന്നു. നിങ്ങളും ഞാൻ ചെയ്യുന്ന സുവിശേഷത്തിന്റെ പ്രയത്നത്തിന്റെ ഭാഗമാകണം. ഞാൻ ചെയ്യുന്ന ഈ പ്രയത്നത്തിൽ നിങ്ങളും മുന്നേറണം. എന്നാൽ ഇവിടെ പൗലോസ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന, ദൈവസഭയിൽ ചെയ്യുന്ന പ്രയത്നം, ദൈവരാജ്യത്തിൽ ചെയ്യുന്ന പ്രയത്നം, മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ ചെയ്യുന്ന പ്രയത്നം, നീതിയോടെ ജീവിക്കുന്ന ജീവിതം, സുവിശേഷത്തിന് യോഗ്യമായി ജീവിക്കുന്ന ജീവിതം, ഇതൊക്കെയാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം, ഈ പ്രയത്നങ്ങളെല്ലാം കർത്താവിന് എന്നവണ്ണം നാം ചെയ്യണം. ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 58-ാം വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. എന്നാൽ ഈ പ്രയത്നങ്ങളെല്ലാം എന്തല്ല? വ്യർത്ഥം അല്ല. വ്യർത്ഥമല്ല. ഏതു പ്രയത്നമാ? നാം ജനറലി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും വരും. അതോടൊപ്പം നാം പ്രത്യേകാൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വരും. അത് പല നിലകളിലാണ്. 1 കൊരിന്ത്യർ 16:15 നോക്കിയാലും, സഹോദരന്മാരെ, സ്തെഫാനോസിന്റെ കുടുംബം അഖായയിലെ ആദ്യ ഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ ആ ദേശത്തിലെ പ്രവർത്തനത്തിനു വേണ്ടി ഒരു കുടുംബം എന്ത് ചെയ്തു? അവരെ തന്നെ ഏൽപ്പിച്ചു. അതേത് പ്രവർത്തനമാ? ഈ സുവിശേഷത്തിന് വേണ്ടിയുള്ള പ്രയത്നമാ. ആ ദേശത്തൊരു വേല തുടങ്ങാൻ പോയപ്പോൾ ആ വേലയ്ക്ക് വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചു. അതൊരു വശം. വേറൊരു വശം 1 കൊരിന്ത്യർ 14:12 നോക്കിയാൽ, ഔവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സബലന്മാർ ആകുവാൻ ശ്രമിക്കുവീൻ. സഭയുടെ ആത്മീയ വർധനവിനായി സബലന്മാരാകുവാൻ. എന്നാൽ പൗലോസ് പറയും, നിങ്ങൾ സഭയിൽ വരുമ്പോൾ നിങ്ങൾ കൃപാവരം ആഗ്രഹിക്കുന്നു. എനിക്ക് വ്യാഖ്യാനം വേണം, പ്രവചനം വേണം, എനിക്ക് കൃപാവരങ്ങൾ വേണം. നല്ല കാര്യം. പക്ഷേ അതിലെല്ലാം ഉപരി നിങ്ങൾ ചർച്ച വരുന്നത് ഒരു ആത്മീയ അനുഭവം ഉണ്ടാകാൻ മാത്രമല്ല, സഭയിൽ മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങലാകുവാൻ, മറ്റുള്ളവരെ പണിയുവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പരിശ്രമിക്കണം. എന്നാൽ ഈ ലേഖനത്തിൽ പൗലോസ് ഇവരെ വിവിധ നിലകളിൽ ആഹ്വാനം ചെയ്യുന്നത് ദൈവസഭയുടെ കെട്ടുപണിക്കും സഹോദരങ്ങളെ സഹായിക്കുന്നതിനും മറ്റുള്ളവരെ പണിയുന്നതിനും സുവിശേഷം മറ്റുള്ളവരിൽ എത്തുന്നതിനും നിങ്ങളൊരു പ്രയത്നം കാണിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. വീണ്ടും ആ 58-ാം വാക്യത്തിൽ വരുമ്പോൾ, ശരിയാ, ഈ പ്രയത്നത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ പൗലോസ് പറയുകയാണ്, ഈ പ്രയത്നത്തിൽ നിങ്ങളും എന്നോട് കൂടെ വരുവീൻ എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ് ആ 58-ാം വാക്യത്തിൽ, നിങ്ങൾ ചെയ്യുന്ന പ്രയത്നം കർത്താവിൽ എന്തല്ല? വ്യർത്ഥമല്ല. ആ വാക്യം ഒന്ന് വായിച്ചാലും, 58-ാം വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ.
നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. യു നോ ദാറ്റ്. എങ്ങനെ അറിഞ്ഞു? നാം മുമ്പ് നോക്കിയതുപോലെ, മേളിൽ പറഞ്ഞതുപോലെ, മരണം ഇനി നമ്മുടെ മേൽ അധികാരമില്ലാത്തതുകൊണ്ട്, മരണത്തെ നാം ജയിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പാണ്, നാം അറിഞ്ഞിരിക്കുകയാണ് കർത്താവിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല. കാരണം യേശു കർത്താവ് മരണത്തെ ജയിച്ചു. മരണം തോറ്റുപോയി. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരായി നിൽപ്പീൻ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് യേശു കർത്താവ് മരണത്തെ ജയിച്ചത് കൊണ്ട് നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. ഞാൻ തുടർന്ന് എനിക്ക് മനസ്സിലായ 7 കാരണങ്ങൾ എന്തുകൊണ്ടാണ് കർത്താവിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ലാത്തത്. ഇത്ര നേരം നമ്മൾ നോക്കി ഈ പ്രയത്നം എന്തുവാ. നമ്മൾ ജനറലായിട്ട് ചെയ്യുന്ന വഴക്കുണ്ട്. അത് മാത്രമല്ല, സ്പെസിഫിക് ആയിട്ട് സുവിശേഷത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി, കർത്താവിൻ്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. പൗലോസ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകം ഇവരെ ക്ഷണിക്കുന്നത്, നിങ്ങൾ എന്നെപ്പോലെ ക്രിസ്തുവിനെ അനുകരിപ്പീൻ, നിങ്ങൾ എന്നെപ്പോലെ ഈ ദൈവവേലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉത്സുകരായിരിപ്പീൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളോടും ഈ വചനം ആഹ്വാനിക്കുന്നത് ദൈവവേലയിൽ നമ്മൾ വ്യാപൃതരാകണം. നമ്മൾ ചെയ്യുന്ന എല്ലാം കർത്താവിനാണ്. പക്ഷെ അതിലെല്ലാം അപ്പുറം നമ്മൾ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരാകണം. എങ്ങനാ? നാം 14-ാം അധ്യായത്തിൽ നോക്കി. നിങ്ങൾ സഭയിൽ വരുമ്പോൾ കൃപാവരം ആഗ്രഹിച്ചോ? ആത്മീക അനുഭവങ്ങൾ ആഗ്രഹിച്ചോ? പക്ഷെ അതിലുപരി നിങ്ങളുടെ കൂട്ടു സഹോദരന്മാരെ ഒന്ന് പണിയുവാൻ, കൂട്ടു സഹോദരന്മാരുടെ ആത്മീയ വർധനവും നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ പൗലോസ് ഇവരെ ആഹ്വാനം ചെയ്യുന്നത്, നിങ്ങളും എന്നെ പോലെ സുവിശേഷ വേലയിൽ പങ്കുള്ളവരായിരിക്കും. ഈ സഭയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു റോളുണ്ട്. ഈ സഭയിൽ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും വെറും വചനം കേട്ടിട്ട് വീട്ടിൽ പോകാൻ വന്നവരല്ല. ഇവിടെ വന്ന ഈച്ച് ആൻഡ് എവറി പേഴ്സണ് ഈ സഭയിൽ ഒരു ദൗത്യമുണ്ട്. കർത്താവ് അതിനുവേണ്ടി ആക്കിയിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിനാണെന്ന് നമ്മൾ നോക്കി. പക്ഷേ അതിനേക്കാൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. സഭയുമായി ബന്ധപ്പെട്ട്, കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട്, ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നാം ചെയ്യുന്ന കാര്യങ്ങൾ അതിന് പ്രത്യേകതയുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ അറിയുന്നുണ്ടല്ലോ അത് വ്യർത്ഥമല്ല. ഈ 7 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നതാണ്. എന്തുകൊണ്ടാണ് കർത്താവിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ലാത്ത? ആദ്യം നാം നോക്കിയാൽ ഈ 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് യഥാർത്ഥ സുവിശേഷത്തെക്കുറിച്ചാണ്. യഥാർത്ഥ സുവിശേഷം. ചിലർ വന്ന് പറഞ്ഞു പുനരുത്ഥാനം തീർന്നുപോയി, പുനരുത്ഥാനം ഇല്ല. പക്ഷെ പൗലോസ് പറയുകയാണ് യഥാർത്ഥ സുവിശേഷത്തിൻ്റെ കാതലായ ഭാഗമാണ് പുനരുത്ഥാനം. യേശു ഉയർത്തിട്ടില്ലെങ്കിൽ പ്രസംഗമില്ല, പ്രസംഗം വ്യർത്ഥം, വിശ്വാസം വ്യർത്ഥം, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വ്യർത്ഥം, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങളിലാണ്. യഥാർത്ഥ സുവിശേഷത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത് പുനരുത്ഥാനം ഉള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമാകാത്തെ? നിങ്ങൾ യഥാർത്ഥ സുവിശേഷത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. ന്യൂ ലൈഫ് സഭയെ നമ്മൾ നിൽക്കുന്നത് യഥാർത്ഥ സുവിശേഷത്തിന് വേണ്ടിയാണ്. പൗലോസ് പറയുന്നത്, നിങ്ങൾ അധ്വാനിക്കുന്നത്, നിങ്ങൾ പ്രയത്നിക്കുന്നതൊന്നും ചുമ്മാതുള്ള കാര്യത്തിന് വേണ്ടിയല്ല, യഥാർത്ഥ സുവിശേഷത്തെയാണ് നിങ്ങൾ മുറുകെ പിടിക്കുന്നത്. പുനരുത്ഥാനത്തിന്റെ സന്ദേശമുള്ള, പുനരുത്ഥാനം എന്ന കാതലായ യാഥാർത്ഥ്യത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു സുവിശേഷത്തെയാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. സുവിശേഷത്തിന്റെ കാതലായ ഭാഗമാണ് പുനരുത്ഥാനം. ഈ സുവിശേഷം നിങ്ങൾ പ്രഘോഷിക്കുമ്പോൾ, ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു സഭയുടെ ഭാഗമാകുമ്പോൾ നിങ്ങളുടെ പ്രയത്നം, കാരണം സുവിശേഷം കറക്റ്റ് ആണെങ്കിൽ കറക്റ്റായ സുവിശേഷം അതിൻ്റെ പ്രവൃത്തി ചെയ്തിരിക്കും. ന്യൂ ലൈഫിലുള്ള ദൈവമക്കളെ, നിങ്ങൾ ഇവിടെ വന്നത് ആക്സിഡന്റ് അല്ല. ഈ സഭ യഥാർത്ഥ സുവിശേഷത്തെ ഉയർത്തിപ്പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഭയാണ്. ഈ സഭയുടെ ഭാഗമായി നിങ്ങളായിട്ടുണ്ടെങ്കിൽ പൗലോസ് പറയുകയാണ്, ട്രൂ ഗോസ്പലിനെ നമ്മൾ അപ്ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പ്രയത്നം, യഥാർത്ഥ സുവിശേഷത്തെയാണ് നമ്മൾ പൊക്കിപ്പിടിക്കുന്നതെങ്കിൽ, ഈ പൗലോസ് ഒരിടത്ത് പറയുന്നത് എൻ്റെ സുവിശേഷം,
ക്രിസ്തു നിങ്ങളെ ന്യായം വിധിക്കാൻ പോകുന്നത് അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ. ഈ സുവിശേഷത്തിന് വിപരീതമായി ഒരുവൻ പറഞ്ഞ അവൻ ശപിക്കപ്പെട്ടവൻ. ഗലാത്യർ 1:4. ഇവിടെ പൗലോസ് ഈ സുവിശേഷത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ആ യാഥാർത്ഥ്യത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയുകയാണ്, ബിക്കോസ് വി ഹോൾഡ് ഓൺ ടു ദ ട്രൂ ഗോസ്പൽ. നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല. ന്യൂ ലൈഫ് സഭയുടെ പ്രയത്നം വ്യർത്ഥമല്ല. ആരെങ്കിലും ചോദിക്കും, 1 വർഷമായി നമ്മൾ പ്രാർത്ഥിക്കുക, എന്തെങ്കിലും പ്രത്യക്ഷമായി കണ്ടോ? പ്രാർത്ഥനയിൽ കർത്താവ് നമ്മളെ നയിച്ചു. പ്രത്യക്ഷമായി ഒന്നും നാം കണ്ടില്ലേലും നമ്മൾ പൊക്കിപ്പിടിക്കുന്നത്, നമ്മൾ മുറുകെ പിടിക്കുന്നത് ട്രൂ ഗോസ്പൽ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ് അതൊന്നും വ്യർത്ഥമല്ല. രണ്ടാമത് ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ലാത്തത്? നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ലാത്തത് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ മോട്ടീവ്സ്, നമ്മൾ ഇത് പ്രയത്നിക്കുന്നത് ഈ ഭൂമിയിലെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല. നാം പ്രയത്നിക്കുന്നത് നമ്മുടെ പ്രതിഫലം വേറൊരു ലോകത്താണ്. 15:32 ഒന്ന് വായിച്ചാലും. 1 കൊരിന്ത്യർ 15:32. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷമെന്നു വരികിൽ, വെറും മാനുഷം എന്ന് വരികിൽ, മാനുഷികമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? വെറും മാനുഷികമെന്ന് മലയാളത്തിൽ പറയുമ്പോൾ ചില ഇംഗ്ലീഷ് പരിഭാഷകൾ പറയുന്നത് ഫ്രം ഹ്യൂമൻ മോട്ടീവ്സ്, മാനുഷിക ഉദ്ദേശത്തോടെ സ്വയ താല്പര്യത്തോടും ഞാൻ പ്രയത്നിച്ചിരുന്നെങ്കിൽ, ഞാൻ മുറുകെ യുദ്ധം ചെയ്തിരുന്നെങ്കിൽ എന്ത് പ്രയോജനം? നാം മാനുഷിക ഉദ്ദേശങ്ങളോടല്ല കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരാകുന്നത്. നമ്മുടെ റിവാർഡ് ഇവിടെ അല്ല, നമ്മുടെ റിവാർഡ് നിത്യതയിലാണ്. ഞാൻ മാനുഷിക ഉദ്ദേശത്തോടെ, മാനുഷിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എഫെസോസിൽ മൃഗയുദ്ധം ചെയ്തെങ്കിൽ ഞാൻ ചെയ്തത് വെറുതെയാ. പക്ഷെ ഞാൻ മാനുഷിക ഉദ്ദേശങ്ങൾ നോക്കിയല്ല ചെയ്തത്. ഇവിടെ പറയുന്ന ഒരു പുനരുത്ഥാനം സത്യമാണെങ്കിൽ, മരണത്തിനപ്പുറം ഒരു ജീവിതം സത്യമാണെങ്കിൽ, എൻ്റെ പ്രയത്നത്തിൻ്റെ റിവാർഡ് ഇരിക്കുന്നത് ഇവിടെ അല്ല, ആ പുനരുത്ഥാനത്തിന് അപ്പുറമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ചെയ്യുന്ന ആത്മീയ കാര്യങ്ങളിലെ, നാം സുവിശേഷത്തിന് വേണ്ടി ചെയ്യുന്നത്, നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതിൻ്റെ റിവാർഡ്, അതിൻ്റെ റിയൽ റിവാർഡ് ഇവിടെ അല്ല. അതിൻ്റെ റിവാർഡ് ഇറ്റ് ഈസ് ബിയോണ്ട് ദ കർട്ടൻ. ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്നുണ്ട്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും. 4-ാമത്തെ ഭാഗ്യവചനം പറയുന്നത് നീതിക്കായി വിശന്ന് ദാഹിക്കണം. 8-ാമത്തെ ഭാഗ്യവചനത്തിൽ വരുമ്പോൾ 10-ാം വാക്യം പറയുന്നത്, മത്തായി 5:10 പറയുന്നത്, നീതി നിമിത്തം യേശു പറയുന്നു, നീതിക്കായി വിശന്ന് ദാഹിക്കണം, മുന്നമേ നീതി അന്വേഷിക്കണം. നീതിക്കായി വിശന്ന് ദാഹിക്കുക എന്ന് പറഞ്ഞാൽ നീതിയുള്ള ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടി വിശന്ന് ദാഹിക്കുക. നമ്മൾ ഗിരിപ്രഭാഷണം പഠിച്ചവരാ. 10-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഇത് വിശന്ന് ദാഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഉപദ്രവം ഉണ്ടാകും. ഈ നീതിയാണ് നിങ്ങൾ മുറുകെ പിടിക്കുന്നെങ്കിൽ, ഈ നീതിക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചാൽ എന്തുറപ്പാ? ഉപദ്രവം ഉറപ്പാ. പക്ഷെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ സന്തോഷിക്കണം. എന്തിനാ സന്തോഷിക്കേണ്ടിയേ? എന്തിനാ തുള്ളിച്ചാടേണ്ടിയേ? സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയതാ. എന്തുകൊണ്ടാണ് കർത്താവിലുള്ള പ്രയത്നം വ്യർത്ഥമല്ലാത്തത്? എന്തുകൊണ്ടാ ഞാൻ ദൈവരാജ്യം അന്വേഷിക്കുന്നതും അവന്റെ നീതിക്കായി കൊതിക്കുകയും വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ആ പ്രയത്നത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാ? ബിക്കോസ് എൻ്റെ പ്രതിഫലം തിരശീലയ്ക്ക് ഇപ്പുറമല്ല, എൻ്റെ പ്രതിഫലം തിരശീലയ്ക്ക് അപ്പുറമാണ്. വൈ ഐ ആം ബ്ലെസ്ഡ്? എന്തുകൊണ്ടാണ് ഞാൻ ഭാഗ്യവാനാകുന്നത്? എന്തുകൊണ്ടാണ് നീതിക്കുള്ള കൊതി, ഇതിനു വേണ്ടിയുള്ള പ്രയത്നം, സുവിശേഷത്തിന് വേണ്ടിയുള്ള പ്രയത്നം വ്യർത്ഥമല്ലാതായി പോകാത്തത്? ബിക്കോസ് എൻ്റെ റിവാർഡ് ഇവിടെ അല്ല, എൻ്റെ റിവാർഡ് കർത്താവിൻ്റെ സന്നിധിയിലാണ്. ആ ഭാഗ്യവചനങ്ങളിൽ ഒരു ഭാഗ്യവചനമാണ്, ഹൃദയശുദ്ധിയുള്ള ഒരു ഭാഗ്യവാന്മാർ അവർ. എന്തുകൊണ്ടാണ് ഞാൻ പ്യൂരിറ്റിയിൽ ജീവിക്കേണ്ടിയത്? മനുഷ്യർ പല കാര്യങ്ങൾ പറയും. പ്യൂറായിട്ട് ജീവിച്ചാൽ
മാന്യനായിട്ട് ജീവിക്കാം, അതിന് ലോകത്തിൽ പല ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ യേശു പറയുന്നത് പ്യൂരിറ്റിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്, ഈ ദൈവത്തെ ഞാൻ ആത്യന്തികമായി കാണും. എന്നാ നമ്മൾ ഈ പ്രയത്നം എന്ന് പറയുമ്പോൾ സുവിശേഷത്തിന് വേണ്ടിയുള്ള പ്രയത്നമാണ്, നീതിയോടെ ജീവിക്കാനുള്ള പ്രയത്നമാണ്. അതാണ് പൗലോസ് 1 കൊരിന്ത്യർ 15:31 പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ദിനംപ്രതി മരിക്കുന്നത്? പുനരുത്ഥാനം ഉള്ളതുകൊണ്ടാണ്. ഇവിടെ പറയുന്ന പ്രയത്നം, ഇറ്റ് ഈസ് ദ ലേബർ ടോയിൽ ഫോർ എ റൈച്ചസ് ലൈഫ്. ഒരു നീതിയുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള പ്രയത്നമാണ്. അത് വ്യർത്ഥമല്ല. കാരണം അതിൻ്റെ റിവാർഡ് ഇവിടെ അല്ല, അതിൻ്റെ റിവാർഡ് പുനരുത്ഥാനത്തിനപ്പുറമാണ്. പുനരുത്ഥാന ശരീരത്തിലെ അതിൻ്റെ റിവാർഡ് യഥാർത്ഥമായി നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു വാക്യം നോക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട്. ലൂക്കോസ് 14:14 14. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുവാൻ. റെഫറൻസ് ഞാൻ മാറിപ്പോയി, കുഴപ്പമില്ല. ലൂക്കോസ് 14:13-14 അതല്ല വായിച്ചത്. റെഫറൻസ് കറക്റ്റാ. ലൂക്കോസ് 14:13-14. നീ വിരുന്നു കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക, എന്നാൽ നീ ഭാഗ്യവാനാകും. 14-ാം വാക്യം. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ, നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. യേശു പറയുകയാണ്, നിങ്ങൾ ഒരു വിരുന്ന് ഉണ്ടാക്കിയാൽ ആരെയാ വിളിക്കേണ്ടത്? കൂട്ടുകാരെ വിളിക്കണം എന്നല്ല. ഈ വിരുന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചൊരു വിരുന്ന് തരാൻ കഴിയാത്തവരെ വിളിക്കണം. വിളിച്ചാലുള്ള പ്രത്യേകത എന്തുവാ? അവർ നിങ്ങൾക്കൊന്നും തരത്തില്ല, പക്ഷേ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രത്യോപകാരം കിട്ടും. എന്നാ കർത്താവിന് വേണ്ടി ചെയ്യുന്ന, കർത്താവ് പറഞ്ഞിട്ട് ചെയ്യുന്ന പ്രയത്നത്തിന്റെ പ്രത്യേകത, അത് വ്യർത്ഥമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഭാഗ്യാവസ്ഥ ഇരിക്കുന്നത് ആ പ്രയത്നം ചെയ്തിട്ട് എനിക്ക് ഇവിടെ എന്ത് കിട്ടുമെന്ന് അതിലല്ല. അതിൻ്റെ ഭാഗ്യാവസ്ഥ ഇരിക്കുന്നത്, ആരും എനിക്ക് അതിന് പകരം തന്നില്ലേലും പുനരുത്ഥാനത്തിലാണ് അതിൻ്റെ പ്രതിഫലം ഇരിക്കുന്നത്. ഒരു പുനരുത്ഥാനം ഉണ്ടെങ്കിൽ, ഒരു റിസറക്ഷൻ ഉണ്ടെങ്കിൽ, കർത്താവിൽ ചെയ്യുന്ന പ്രയത്നം വ്യർത്ഥമല്ല. ഞാൻ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. 3-ാമത്തെ കാര്യം, നമ്മുടെ പ്രയത്നം എന്തുകൊണ്ട് വ്യർത്ഥമല്ലെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രയത്നത്തിന് ഒരു പർപ്പസ് ഉണ്ട്. നമ്മൾ വെറുതെ പ്രയത്നിക്കുന്നവരല്ല. പൗലോസിന്റെ ഭാഷ ഉപയോഗിച്ചാൽ 1 കൊരിന്ത്യർ 9:26 പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്. 9:26. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്. ഞാൻ നിശ്ചയമില്ലാത്തവനല്ല ഓടുന്നേ. ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ആകാശത്തെ കുത്തുക എന്ന് പറഞ്ഞ എന്തുവാ? ചുമ്മാതെ കൈയിട്ട് വീശുക. മുഷ്ടിയുദ്ധം ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ മുന്നിൽ ഒരു എതിരാളി വേണം, അല്ലെങ്കിൽ എന്തേലും പഞ്ചിങ് ബാഗ് ഉണ്ടെങ്കിലാണ് നമ്മൾ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ ആകാശത്ത് ചുമ്മാതെ കൈയിട്ട് അടിക്കുകയല്ല, ഞാൻ ചുമ്മാതെ ഓടുകയല്ല, എനിക്കൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസാണ് അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നത്, അനേകരോട് പ്രസംഗിച്ചിട്ട് എനിക്ക് കൊള്ളരുതാത്തവനായി തീരണ്ട, എനിക്കൊരു പർപ്പസ് ഉണ്ട്. എനിക്ക് ആ പുനരുത്ഥാനം പ്രാപിക്കണം, എനിക്ക് ആ പുനരുത്ഥാനം നേടിയെടുക്കണം. അതിന്റെ 22-ാം വാക്യം വരുമ്പോൾ പൗലോസ് പറയുന്നത്, എനിക്കൊരു പർപ്പസ് ഉണ്ട്. ഐ ഹാവ് ടു സേവ് സം പീപ്പിൾ. എനിക്ക് ചിലരെ നേടണം. ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ, നമ്മുടെ പ്രയത്നം കർത്താവിൽ എന്തല്ല, വ്യർത്ഥമല്ല. ബിക്കോസ് വി ഹാവ് എ പർപ്പസ്. നമുക്കൊരു ഉദ്ദേശമുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രയത്നം കർത്താവിൽ ഒരു നാളും വ്യർത്ഥമല്ല. 4-മതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പ്രയത്നം, നാം ചെയ്യുന്ന ഓരോ പ്രയത്നം നമ്മളെ യേശുവിനെ പോലെ ആക്കുകയാണ്. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യം നാം ചിന്തിക്കും,
അത് മീനിങ്ലെസ് ആയിരിക്കും. അതിലെന്തോ കാര്യം, അതാരും കണ്ടില്ലല്ലോ, ആരും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ലോ ഇല്ലല്ലോ. കർത്താവിന് വേണ്ടി നാം ചെയ്യുന്ന ചെറുതും വലുതുമായ ഏത് കാര്യവും അത് നമ്മളെ യേശുവിനെ പോലെ ആക്കിയ. റോമാലേഖനം 5:6 5 അവസാനമുള്ള ചോദ്യമാണ്, ഞാൻ എടുക്കുന്നില്ല. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയോ? എന്നാൽ പൗലോസ് പറയുന്നു, ഒരു നാളും അരുത്. കാരണം എന്തുവാ? കർത്താവിനോട് ഏകീഭവിക്കാൻ സ്നാനം ഏറ്റ് അവൻ്റെ മരണം അടുക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിച്ച് നാം ഉയർത്തു വന്നിരിക്കുന്നത് ജീവന്റെ പുതുക്കത്തിൽ നടക്കാണ്. ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ആ ജീവന്റെ പുതുക്കം എന്ന് പറഞ്ഞാൽ യേശു പുനരുത്ഥാനം പ്രാപിച്ചു, ഞാനും ആത്മാവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഇന്ന് ജീവിക്കുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ഒരു ജീവിതമാണ് എന്നിലും വെളിപ്പെടുന്നത്. ഞാൻ ഓരോ ദിവസവും ഈ യേശുവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥം അല്ല. നാം ചെയ്യുന്നതൊന്നും കർത്താവിൽ വ്യർത്ഥമല്ല. ഞാൻ മുൻപോട്ട് പോവുകയാണ്. 5-ാമതായി നാം നോക്കുമ്പോൾ നമ്മുടെ പ്രയത്നമാണ് കർത്താവിൻ്റെ വരവിനായി നമ്മളെ ഒരുക്കുന്നത്. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക. നാം സഭയിൽ ചെയ്യുന്നതായിക്കോട്ടെ, മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുന്നത് ആകട്ടെ, നമ്മുടെ കൂട്ടുവിശ്വാസിയെ ബലപ്പെടുത്തുന്നതാകട്ടെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും പൗലോസ് പറയുന്നു, ഞാൻ കാറ്റത്ത് അല്ലെങ്കിൽ ആകാശത്ത് അടിക്കുകയല്ല, ഞാൻ പർപ്പസിനോട് ഞാൻ മുന്നേറുക. എന്തിനാ? എനിക്ക് ഡിസ്ക്വാളിഫൈ ആകണ്ട. പൗലോസ് പറയുന്ന പോലെ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും, നാം ചെയ്യുന്ന എല്ലാ പ്രയത്നവും നമ്മളെ കർത്താവിൻ്റെ വരവിനാ ഒരുക്കുകയാണ്. ആ വരവിനെ കുറിച്ചല്ലയോ 51-ാം വാക്യത്തിലൊക്കെ പൗലോസ് പറയുന്നത്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയുന്നു, കണ്ണിമയ്ക്കുന്ന നൊടിയിൽ നിങ്ങൾ ആ പുനരുത്ഥാനം പ്രാപിക്കും, ആ ശരീരം പ്രാപിക്കും. ആ വരവിനായി നമ്മുടെ പ്രയത്നങ്ങൾ നമ്മളെ ഒരുക്കുന്നത് കൊണ്ടാണ് പൗലോസ് പറയുകയാണ്, നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ ഒരു കാര്യവും വ്യർത്ഥമല്ല. ബിക്കോസ് ഈച്ച് ആൻഡ് എവറിത്തിങ് ദാറ്റ് വി ഡു, അത് നമ്മളെ കർത്താവിൻ്റെ വരവിനാ ഒരുക്കുക. സുവിശേഷത്തിന്റെ പ്രത്യേകത അതാ. സുവിശേഷത്തിന് വേണ്ടി നാം ചെയ്യുന്നത്, നാം മുമ്പ് നോക്കിയതുപോലെ സഭയിൽ നാം ചെയ്യുന്നത്, കൂട്ടായ്മയിൽ നാം മറ്റുള്ളവരുടെ ആത്മീയ വർധനവിന് വേണ്ടി ചെയ്യുന്നത്, ഇതെല്ലാം നമ്മളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക. അതിന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നാം അപ്ഹോൾഡ് ചെയ്യുന്നത് ട്രൂ ഗോസ്പലാ. നാം ചെയ്യുന്നത് ഈ യഥാർത്ഥ സുവിശേഷത്തിന്റെ പ്രവൃത്തിയാ. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് മാനുഷിക സഹായം വേണ്ട, പ്രത്യേകിച്ച് മാനിപ്പുലേഷൻസ് ഒന്നും വേണ്ട, ആരെയും കാണിക്കാൻ ഒന്നും ചെയ്യണ്ട, ആളിനെ കൂട്ടാൻ ഒന്നും ചെയ്യണ്ട, ഒരു ഷോ നമുക്ക് നടത്തേണ്ട ആവശ്യമില്ല, ആരും നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു വ്യക്തിയുടെ മുൻപാകെ ആളാകേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഇവിടത്തേക്കല്ല, എന്നെ വരവിനായി ഒരുക്കുന്ന പ്രവൃത്തികളാ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾ. ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ വരുന്നത് പാസ്റ്ററെ കാണിക്കാനല്ല, ഞാനൊരു കൂട്ടായ്മയിൽ വരുന്നത് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഉറപ്പിലല്ല. ഞാൻ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതെല്ലാം എന്നെ അവൻ്റെ വരവിനാ ഒരുക്കിക്കൊണ്ടിരിക്കുക. ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ജീവിതം മുഴുവനും ജീവിക്കാൻ കഴിയാതെ പെട്ടെന്ന് 20-ലും 25-ലും 30-ലും ആൾക്കാർ മരിക്കുന്നത്. നമ്മൾ ചിന്തിക്കും, എന്തോ ഒരു അകാല മരണമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലയോ? അഞ്ജലി പോൾ എന്ന ദേവദാസി മരിച്ചപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു അകാല മരണമായി, പിശാചിൻ്റെ പോരാട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല എന്താണെന്ന്. പക്ഷേ ആ ചെറിയ ജീവിതത്തിൽ താൻ ചെയ്യുന്നതെല്ലാം ആ മരണ ദിവസത്തിന് വേണ്ടി തന്നെ ഒരുക്കുന്ന പ്രവർത്തികളായിരുന്നു ആ ചെറിയ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ പ്രവൃത്തി. ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ എൻ്റെ ഉദാഹരണം ഞാൻ പറയുക. ഒരു പക്ഷേ ഞാൻ പെട്ടെന്ന് ചില വർഷങ്ങൾക്കുള്ളിൽ ഞാൻ മരിച്ചെന്നിരിക്കട്ടെ. മരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആൽബി ഇവിടെ വന്ന് ശുശ്രൂഷിച്ചു, ആൽബിയുടെ ലൈഫിൽ നമ്മൾ ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ ആൽബി ഒരു ശുശ്രൂഷകനായി പുറത്തു വന്നില്ലല്ലോ, അല്ലെങ്കിൽ ശുശ്രൂഷയിൽ അധിക നാൾ നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ നിങ്ങൾ ചെയ്ത ചെറുതും വലുതുമായ, ന്യൂ ലൈഫ് സഭ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ആ മരണ ദിവസത്തിന് വേണ്ടി എന്നെ ഒരുക്കുകയായിരുന്നു.
നിങ്ങൾ ചിന്തിക്കും എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്നെ ഒരുക്കുകയാണെന്ന്. അത് നല്ല കാര്യം. പക്ഷെ അതിലെല്ലാം അപ്പുറം നമ്മൾ അന്യോന്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വി ആർ പ്രിപ്പയറിംഗ് ഈച്ച് വൺ ഓഫ് us ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഓർ ദ ഡേ ഓഫ് അവർ ഡെത്ത്. ഇപ്പൊ നമ്മുടെ സഭയിൽ നമ്മൾ ഒരു കൂട്ടുവിശ്വാസിയെ താങ്ങുന്നത്, അദ്ദേഹത്തിന്റെ കണ്ണുനീർ ഒപ്പുന്നത്, അദ്ദേഹത്തിന്റെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുന്നത്, അദ്ദേഹം വഴുതി പോകുമ്പോൾ തിരുത്തുന്നത് എന്തിനാ? വി ആർ പ്രിപ്പയറിംഗ് ദാറ്റ് പേഴ്സൺ ഫോർ വൺ ഡേ. ഒരു ദിവസത്തിന് വേണ്ടി ഒരുക്കുക. ഇവിടെ നിന്ന് ഒരു ഡെഡ് ബോഡി എടുക്കുമ്പോൾ പാസ്റ്ററിന് ചിന്തിക്കാൻ കഴിയും, ഞാൻ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കൊടുത്ത ഓരോ മെസ്സേജും, ഞാൻ ആ വ്യക്തിക്ക് കൊടുത്ത ഓരോ തിരുത്തലും ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് നാം ചെയ്യുന്ന ഒരു പ്രയത്നവും വ്യർത്ഥമല്ല. ബിക്കോസ് ഈച്ച് ആൻഡ് എവറിത്തിങ് ദാറ്റ് വി ഡു ഈസ് പ്രിപ്പയറിംഗ് us ഫോർ ഹിസ് കമ്മിങ് ഓർ അവർ ഡെത്ത്. ആ ഒരു സത്യം വെളിപ്പാടായി ഉള്ളിൽ കത്തിയാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നിസ്സാരമല്ല. നമ്മൾ കൂടെ വന്ന ഒരു കാളെ നോക്കി ചിരിക്കുന്നു, കൈ കൊടുക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ 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 കാര്യങ്ങളാണ്, ഇതെല്ലാം കൂടി ചേർന്നാണ് തന്നെ ആ ദിവസത്തിന് വേണ്ടി ഒരുക്കുന്നത്. കൂട്ടായ്മ അതിനാ ഉള്ളത്. നമ്മൾ അന്യോന്യം ഒരുക്കുകയാ, ഇവിടേക്ക് വേണ്ടിയല്ല. നമുക്കൊരു ദിവസമുണ്ട്. മരണത്തിന്റെ വിഷമുള്ള നീങ്ങി, മരണത്തെ യേശു ജയിച്ചു. പക്ഷെ നമുക്കും ആ മരണത്തെ ഫേസ് ചെയ്ത് ആ മരണത്തിൽ കൂടിയാണ് ജീവനിലേക്ക് കടക്കേണ്ടത്. ആ മരണ ദിവസത്തിനായാണ് നമ്മൾ കർത്താവിൽ ചെയ്യുന്ന എല്ലാ പ്രയത്നവും നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കർത്താവിൽ നമ്മുടെ ഒരു പ്രയത്നവും വ്യർത്ഥമല്ല. അത് മരണ ദിവസത്തിനായി അല്ലെങ്കിൽ അവന്റെ വരവിനായി നമ്മളെ എല്ലാവരെയും ഒരുക്കുക. ഒരു പ്രാർത്ഥനയും വ്യർത്ഥമല്ല, ഒരു ഉപവാസവും വ്യർത്ഥമല്ല, ഒരു കൂടിയേറവും വ്യർത്ഥമല്ല. നമ്മൾ ചിന്തിക്കുക, എന്താ മാസത്തിൽ 6 ദിവസം ഉപവാസം, ഈ പാസ്റ്ററിന് വല്ല പണിയില്ലയോ എന്ന് മനസ്സിൽ ചിന്തിച്ച് കാണും ആരെങ്കിലും ഒക്കെ. നമ്മുടെ ഓരോ കൂട്ടായ്മയും, ഓരോ പാട്ടും, ഓരോ പ്രാർത്ഥനയും, ഇതെല്ലാം നമ്മളെ ഒരുക്കുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്ന എന്തിനോ വേണ്ടി മാത്രമല്ല. അതിനുവേണ്ടി ആയിക്കോട്ടെ, ബട്ട് അൾട്ടിമേറ്റ്ലി അത് നമ്മളെ ഒരുക്കുന്നത് നമ്മളെല്ലാവരും മരണം വഴിയായി ഈ ലോകത്തിൽ കടന്നു പോകണം. ആ മരണ ദിവസത്തിനായാണ് എല്ലാ ശുശ്രൂഷകൾ, എല്ലാ പ്രവർത്തികൾ, എല്ലാ പ്രയത്നങ്ങൾ അതിനുവേണ്ടി ഒരുക്കുക. ശുശ്രൂഷയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ ഒരുപക്ഷെ ചിന്തിക്കും, എത്ര ഞാൻ പ്രസംഗിച്ചു, പക്ഷെ ഇവർക്ക് ഒന്നും മനസ്സിലായില്ലല്ലോ. പക്ഷെ നമ്മൾ ചെയ്തതെല്ലാം ആ ദിവസത്തിന് വേണ്ടി ഈ വ്യക്തിയെ ഒരുക്കുകയായിരുന്നു. ഒന്നും വ്യർത്ഥമല്ല, ഒന്നും വൃഥാവല്ല. നാം ചെയ്യുന്ന എല്ലാത്തിനും മീനിങ് ഉണ്ട്. അതല്ല യേശു പറഞ്ഞു, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താലും അതിനൊരു പ്രതിഫലമുണ്ട്. ഞാൻ മുൻപോട്ട് പോട്ടെ. 6ാമതായി, നമ്മുടെ പ്രയത്നം ഒരുക്കുക മാത്രമല്ല, നമ്മുടെ പ്രയത്നം നമ്മുടെ ഉള്ളിൽ പ്രത്യാശയെ വർദ്ധിപ്പിക്കും. എങ്ങനെയാന്ന് പറയാം. നമ്മൾ പ്രയത്നിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ, ആത്മീയതയിൽ മുന്നേറുമ്പോൾ, കൂട്ടായ്മയിൽ മുന്നേറുമ്പോൾ എല്ലാം ഹാപ്പി അല്ല, എല്ലാം 100% അല്ല. എപ്പോഴും സെറ്റ് ബാക്സ് ഉണ്ട്. എത്ര നമ്മൾ കർത്താവിന് വേണ്ടി പ്രയത്നിക്കും, അത്രയും നമ്മുടെ ജീവിതത്തിൽ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. തോൽവികളുണ്ട്, ഇരുണ്ട ദിവസങ്ങളുണ്ട്, ഇരുണ്ട രാത്രികളുണ്ട്. ഈ രാത്രി ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടുമെന്ന് ചിന്തിക്കുന്ന ദിവസങ്ങൾ കാണും. എവറിത്തിങ് ഇസ് നോട്ട് സ്വീറ്റ്. ക്രിസ്ത്യൻ ലേബർ ഇസ് ബിറ്റർ സ്വീറ്റ്. കയ്പും മധുരവും ഒരുമിച്ച് നിറഞ്ഞ ജീവിതമാണ്. അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ദുഃഖിക്കുന്നെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു. സുഖദുഃഖ സമ്മിശ്രമായ ഒരു പ്രയത്നമാണ്. എന്നാൽ ഇവിടുത്തെ ഓരോ സെറ്റ് ബാക്കും എൻ്റെ ഉള്ളിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുക. ഞാൻ കർത്താവിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ, കൂട്ടായ്മയിൽ മുന്നേറുമ്പോൾ, സുവിശേഷത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, ഞാൻ ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളിൽ എൻ്റെ ഭാഗത്തുനിന്ന് അവിശ്വസ്തതകൾ വന്നു കാണും, വീഴ്ചകൾ വന്നു കാണും. അതിൻ്റെ നടുവിൽ എന്നെ അത് ഓർപ്പിക്കുന്നത് ആ പ്രത്യാശയെക്കുറിച്ചാണ്. ഞാൻ ചെയ്യുന്ന പ്രയത്നങ്ങൾ എൻ്റെ ഉള്ളിൽ പ്രത്യാശയെ വർദ്ധിപ്പിക്കുക. ഇവിടുത്തെ തോൽവികൾ, ഇവിടുത്തെ പരിമിതികൾ, ഇവിടുത്തെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ, ഇതെല്ലാം ഇവിടുത്തെ കണ്ണുനീരുകൾ, കണ്ണുനീരില്ലാത്ത നാടിനു വേണ്ടിയുള്ള പ്രത്യാശ എൻ്റെ ഉള്ളിൽ വർദ്ധിപ്പിക്കുക. നമ്മൾ ചെയ്യുന്ന ഒരു പ്രയത്നവും വ്യർത്ഥമല്ല. അവസാനമായി പറയാനുള്ളത്, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം, നമ്മൾ നമ്മുടെ പ്രയത്നത്തെ അളക്കുന്നത് അതിൻ്റെ റിസൾട്ട് വെച്ച. എന്ത് കിട്ടി?
ഇത്ര ഓടി എന്ത് നേടി? എത്ര ആത്മാക്കളുണ്ട്? എത്ര പേര് ചർച്ചയിൽ വന്നു? അല്ലെങ്കിൽ കർത്താവിനെ നാട്ടുകാരെ നമ്മളോട് ചോദിക്കും, പെന്തക്കോസ്തിൽ പോയി എന്തേലും നേടിയോ? നമ്മുടെ പ്രയത്നത്തിന്റെ ഫലം ക്വാണ്ടിറ്റിയിലല്ല ഇരിക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റിയിലായിരിക്കുന്നു. സക്സസ് ഇസ് നോട്ട് ഡിഫൈൻഡ് ബൈ റിസൾട്ട്സ് ബട്ട് ബൈ ഫെയ്ത്ത്ഫുൾനെസ്. നമ്മുടെ പ്രയത്നം വിജയമാണോ എന്ന് തീരുമാനിക്കുന്നത് റിസൾട്ട് അല്ല, വിശ്വസ്തതയാണ്. എന്നെ വളരെ സ്വാധീനിച്ച, എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്, ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് ഞാൻ ധാരാളമായി വായിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ സുവിശേഷത്തെ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ മണ്ണിനെ തുറന്ന് സുവിശേഷത്തിന് വേണ്ടി തുറന്ന വ്യക്തിയാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഡേവിഡ് ലിവിങ്സ്റ്റൺ ചരിത്രം വായിച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒരു മിഷണറി ആയിരുന്നു. ആഫ്രിക്കയുടെ ഉൾഭാഗങ്ങളിൽ ചെന്ന് ഇതുവരെയും കണ്ടെത്താത്ത വഴികളെ കണ്ടെത്തി ആഫ്രിക്കയിൽ മരിച്ച വ്യക്തിയാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ എത്ര ആത്മാക്കളെ നേടിയെന്നറിയാമോ? തൻ്റെ ജീവിതത്തിൽ ഒറ്റ ഒരാൾ. 50 വർഷം ആഫ്രിക്കയിൽ ജീവിതം അർപ്പിച്ച വ്യക്തി നേടിയത് ഒറ്റ ആത്മാവിനെ. അതും ഒരു ഗോത്ര തലവനാണ്. തന്നോട് സുവിശേഷം പറഞ്ഞു നേടി. തനിക്ക് പല ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. ആദ്യ ഭാര്യയെ വെച്ച് മറ്റു ഭാര്യമാരെയൊക്കെ വിട്ടയച്ചു. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ഈ ഷെല്ലെ എന്ന് പറഞ്ഞ ഗോത്ര തലവനെ മാത്രമേ തൻ്റെ ഒരു ആയുസ് കൊണ്ട് നേടാൻ കഴിഞ്ഞുള്ളൂ. ഡേവിഡ് ലിവിങ്സ്റ്റൺ മരിച്ചുപോയി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഗോത്ര തലവൻ്റെ ജീവിതവും ശുശ്രൂഷയും നിമിത്തം അനേക ഗോത്രങ്ങൾ, തൻ്റെ ഗോത്രവും അനേക ഗോത്രങ്ങൾ കർത്താവിനെ കാണാൻ ഇടയായിത്തീർന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, ആൻഡമാൻസി മരിച്ച വ്യക്തി. NDTVയും മറ്റു മാധ്യമങ്ങൾ പറയുന്നത് ഇദ്ദേഹം എന്തോ മണ്ടന, എന്തിനാണ് അവിടെ പോയത്? പക്ഷെ അത് മണ്ടത്തരമല്ല. ഞാൻ ബൈബിൾ വീക്ഷണത്തിൽ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ചെയ്തതൊരു മണ്ടത്തരമല്ല. അദ്ദേഹം ഒന്നും നേടിയില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രയത്നത്തിൻ്റെ അതിലെ കാര്യമിരിക്കുന്ന അതിൻ്റെ എണ്ണത്തിലല്ല, റിസൾട്ടിലല്ല. പക്ഷെ എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തോ? എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്തോ? യേശു കർത്താവ് ആ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ഞാൻ ചെയ്തു, അങ്ങയ്ക്ക് മഹത്വം ഞാൻ വരുത്തി. I have brought glory to you by doing the work that you have given me. ചോദ്യം ഇത്രയേ ഉള്ളൂ, നമ്മളെ ഏൽപ്പിച്ച പ്രവൃത്തി നമ്മൾ ചെയ്തോ? വിശ്വാസിയായി, ഭർത്താവായി, ഭാര്യയായി, മക്കളായി, മാതാപിതാക്കളായി, പാസ്റ്ററായി, ഏത് നിലയായി, വിശ്വാസിയായിക്കോട്ടെ, ഏത് നിലയിൽ നമ്മളെ കർത്താവ് ആക്കി, നമ്മുടെ ജോലി സാഹചര്യങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ അയൽവക്കങ്ങളിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ ചെയ്തോ? നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതൊന്നും വ്യർത്ഥമല്ല. കാരണം ദ മാർക്ക് ഇസ് നോട്ട് ഇൻ നമ്പേഴ്സ് ബട്ട് ഇൻ ഫെയ്ത്ത്ഫുൾനെസ്. അതിൻ്റെ അളവുകോല് എന്ത് നേടിയെന്നല്ല, വിശ്വസ്തരായിരുന്നു. നത്തിങ് ഈസ് ഫ്യൂട്ടൈൽ. ഒന്നും വ്യർത്ഥമല്ല, ഒന്നും മായയല്ല. ശലോമോൻ പറയുന്നത് പോലെ ഒന്നും മായയല്ല. എവ്രിതിങ് ഈസ് ഫ്രൂട്ട്ഫുൾ, നത്തിങ് ഈസ് ഫ്യൂട്ടൈൽ. ഒന്നും മായയല്ല, എല്ലാം ഫലമുള്ളതാണ്. ആ ഫലം ഇവിടെ അല്ല കാണുന്നത്, ആ ഫലം അവിടെ നാം കാണും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ആംസ്റ്റർഡാമിൽ ഒരു വ്യക്തി ടൂറിസ്റ്റായി പോയി. ആംസ്റ്റർഡാമിൽ കാഴ്ചകളൊക്കെ കണ്ട്. ആംസ്റ്റർഡാം എന്ന് പറഞ്ഞാൽ ഹോളണ്ടിലെ തലസ്ഥാനമാണ് ആംസ്റ്റർഡാം. ആംസ്റ്റർഡാമിൽ ആ വ്യക്തി പോയി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ടൂറിസ്റ്റായി പോയപ്പോൾ താൻ നോക്കിയപ്പോൾ അവിടുത്തെ ആ ഒരു ക്ലോക്കുണ്ട്. നമുക്കിവിടെ അറിയത്തില്ല, വലിയ പട്ടണങ്ങളിലൊക്കെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ലണ്ടനിൽ ബിഗ് ബെൻ ഉള്ളതുപോലെ വിവിധ രാജ്യങ്ങളിൽ ക്ലോക്ക് ടവർ ഉണ്ട്. അത് ഓരോ മണിക്കൂറിൽ എന്ത് കാണിക്കും? അത് സമയം കാണിക്കും. ഓരോ മണിക്കൂറിൽ അത് സൗണ്ട് പുറപ്പെടുവിക്കും. ഈ ആംസ്റ്റർഡാമിലെ ക്ലോക്കിൻ്റെ പ്രത്യേകത, ഇത് വെറും സൗണ്ട് അല്ല, ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഒരു നല്ല ഇമ്പമായ ഒരു മെലഡി, ഒരു പാട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മ്യൂസിക്കാണ് വരുന്നത്. ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഓരോ മെലഡി കേൾക്കാൻ വളരെ ഇമ്പമായ മനോഹരമായ ആ സ്വരതാലലയങ്ങളുള്ള ഒരു മെലഡിയാണ് വരുന്നത്. എന്നാൽ ഈ ടൂറിസ്റ്റിന് ഒരു ആഗ്രഹം,
ഇത്ര നല്ല ഇമ്പമായ മെലഡി കേൾക്കുന്ന ഈ ടവറിൽ പോയി ഈ മെലഡി എങ്ങനെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ മെലഡി ആരാണ് നിർമ്മിക്കുന്നതെന്ന് കാണുന്ന ആഗ്രഹം. എന്നാൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു ദിവസം ഈ ടൂറിസ്റ്റ് ഈ മെലഡി എന്താണ്, ഈ മെലഡി വരുന്ന ഈ ടവർ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ വലിയ ഗോപുരം, ഈ ക്ലോക്ക് ഗോപുരത്തെ, ഈ സമയം കാണിക്കുന്ന ഗോപുരത്തിൻ്റെ ഓരോ പടികൾ കയറി താൻ മേളിപ്പോയപ്പോൾ അവിടെ ഒരു മെലഡി ഇല്ല. അവിടെ വരും ശബ്ദവും ഒച്ചയും. ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും നോയ്സും, മീനിങ്ലെസ് നോയ്സ്, അർത്ഥമില്ലാത്ത ഒച്ചകൾ മാത്രമാണ്. താൻ 2 കിലോമീറ്റർ അപ്പുറം നിന്ന് കേട്ടപ്പോൾ ഇതിനെക്കാട്ടി ഇമ്പമുള്ള മെലഡി താൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. പക്ഷെ ടവറിൻ്റെ അകത്ത് എത്തിയപ്പോൾ എന്താ? വെറും ഒച്ചകളും ഒച്ചപ്പാടും മാത്രമാണ്. അങ്ങോട്ട് സ്ക്രൂ തിരിക്കുന്നു, ഇങ്ങോട്ട് തിരിക്കുന്നു, ലിവർ തിരിക്കുന്നു. അതിൻ്റെ അകത്ത് ഇമ്പമായ മെലഡി ഒന്നും ഇല്ല. ഞാൻ ആ ഉദാഹരണം പറയാൻ കാര്യം, പലപ്പോഴും ഞാൻ പറയുന്നത് തോന്നിയ വഴിക്ക് ജീവിക്കുന്നവരുടെ കാര്യമല്ല. ഞാൻ പറയുന്നത് പലപ്പോഴും കർത്താവിന് വേണ്ടി ജീവിക്കാൻ സമർപ്പിച്ച് മുന്നേറുന്ന വ്യക്തികളുടെ ജീവിതം ഇതുപോലെ. നമുക്കൊരു പക്ഷേ വെറും ഒച്ചപ്പാടുകളും വെറും മീനിങ്ലെസ് ആയ അർത്ഥമില്ലാത്ത എന്താണ് കർത്താവ് ഇത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് എന്ന് നാം ചിന്തിക്കും. പക്ഷേ നാം വിശ്വസ്തയോട് നിന്നാൽ അത് അനേകർക്കൊരു മെലഡിയായി മാറും. നമ്മുടെ ലൈഫിൽ പലപ്പോഴും പലതും എവറിത്തിങ് ഈസ് നോട്ട് ഫോളിങ് ഇൻ പ്ലേസ്. ഇതിന്റെ അർത്ഥം എന്തുവാ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർച്ചയില്ലാതെ നമുക്ക് തോന്നിയാലും അത് ആയിരങ്ങൾക്ക് മെലഡിയായി മാറാൻ സാധ്യതയുണ്ട്. എന്താണ്? നമ്മൾ വിശ്വസ്തയോട് നിന്നാൽ മതി. ഞാൻ ഇന്ന് പറഞ്ഞ സന്ദേശത്തിന്റെ കാതലായ കാര്യം ഇതാ: നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല. നമ്മുടെ പ്രയത്നം ഒരിക്കലും വ്യർത്ഥമല്ല. കാരണം നാം മുറുകെ പിടിക്കുന്നത് യഥാർത്ഥ സുവിശേഷത്തെയാ. കാരണം രണ്ടാമത് നാം ചിന്തിച്ചു, അതിന്റെ കാരണം നമ്മുടെ റിവാർഡ്, നമ്മുടെ പ്രതിഫലം ഇവിടെ അല്ല, പുനരുത്ഥാനത്തിനപ്പുറമാ. മൂന്നാമത് നാം ചിന്തിച്ചു, നമ്മുടെ പ്രയത്നത്തിനൊരു പർപ്പസ് ഉണ്ട്. നാലാമതായി നാം നോക്കി, നമ്മുടെ ഓരോ പ്രയത്നവും നമ്മളെ കർത്താവിനെ പോലെ ആക്കുന്നു. അഞ്ചാമതായി നോക്കി, നമ്മുടെ പ്രയത്നം നമ്മളെ കർത്താവിൻ്റെ വരവിനായി ഒരുക്കുന്നു. ആറാമതായി നാം നോക്കി, ഈ പ്രയത്നം നമ്മളിൽ പ്രത്യാശ ഉളവാക്കുന്നു. അവസാനമായി ഏഴാമതായി നാം നോക്കി, നമ്മുടെ പ്രയത്നം വെറും സംഖ്യകളല്ല, വെറും ക്വാണ്ടിറ്റി അല്ല. ആ പ്രയത്നത്തെ അർത്ഥവത്താക്കുന്നത് അതിലെ ക്വാളിറ്റിയാണ്. നാം വിശ്വസ്തരായിരുന്നോ? നമ്മളെ ഏൽപ്പിച്ചത് നാം ചെയ്തോ? എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. കർത്താവിന് വേണ്ടി ചെയ്യുന്നതൊന്നും വ്യർത്ഥമല്ല. 58-ാം വാക്യം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. എപ്പോഴും വർദ്ധിച്ചു വരണം. പലപ്പോഴും ക്ഷീണം തട്ടുമായിരിക്കും, പലപ്പോഴും ആത്മീയ അനുഭവങ്ങളിൽ പിന്മാറാനുള്ള പ്രലോഭനം സാത്താൻ കൊണ്ടിടുമായിരിക്കും. പക്ഷേ മുൻപോട്ട് വെച്ച കാൽച്ചൂടുകൾ എന്തു വന്നാലും ഉറപ്പുള്ളവരായി, കുലുങ്ങാത്തവരായി, ഐ വിൽ നോട്ട് ബി ഷേക്കൻ, ഞാൻ കുലുങ്ങത്തില്ല, ഞാൻ എടുത്ത ചൂടുകൾ മുൻപോട്ട് വെക്കും. I have decided to follow Jesus, no turning back. കാരണം ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് ഒന്നും വ്യർത്ഥമല്ല, ഒന്നും വ്യർത്ഥമല്ല. C.T. സ്റ്റഡ് പറഞ്ഞതുപോലെ, there is only one life, ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, അത് വേഗം കഴിയും. പക്ഷേ യേശുവിന് വേണ്ടി ചെയ്യുന്നത് അത് എന്നേക്കും നിലനിൽക്കും. വാട്ട്സ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ ഷാൽ ലാസ്റ്റ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പിശാച് എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിരാശയിടുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നേറണം. ന്യൂ ലൈഫ് സഭ നമുക്ക് മുന്നേറണം. ദൈവമക്കളെ, നമുക്ക് മുന്നേറണം. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് യഥാർത്ഥ സുവിശേഷമാണ്. യഥാർത്ഥ സുവിശേഷം അതിൻ്റെ പ്രവൃത്തി ചെയ്തിരിക്കും. നമ്മുടെ പ്രതിഫലം കണ്ണിൽ കാണുന്നതൊന്നുമല്ല. നമ്മുടെ ഈ ഭൂമിയിലുള്ളതിന് വേണ്ടിയല്ല നമ്മൾ ഓടുന്നത്. നമ്മുടെ പ്രയത്നത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത് തിരശ്ശീലയ്ക്ക് അപ്പുറമാണ്. എന്ത് ഈ ഭൂമിയിൽ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മനുഷ്യരുടെ മുൻപാകെ കാണിക്കാൻ ഒന്നുമില്ലായിരിക്കും. പക്ഷെ ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം അങ്ങേ കരയിൽ ചെന്ന് നാം നേടിയത് എന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാം
അന്നാൽ അറിയും. ആ ദിവസത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഉറപ്പുള്ളവരായി, കുലുങ്ങാത്തവരായി. നമ്മുടെ ഒരു പ്രയത്നവും വ്യർത്ഥമല്ല. കർത്താവിന് വേണ്ടി, കർത്താവിന് എന്നവണ്ണം ചെയ്യുന്ന, കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്ന, കർത്താവിന്റെ നാമ മഹത്വത്തിനായി ചെയ്യുന്ന, കർത്താവിൽ ആശ്രയിച്ച് ചെയ്യുന്ന ഒരു പ്രയത്നവും വ്യർത്ഥമല്ല. ഒന്നും മായയല്ല. എവ്രിതിങ് ഈസ് മീനിങ്ഫുൾ, എവ്രിതിങ് ഈസ് പ്രഷ്യസ്. ആ ഒരു കാഴ്ചപ്പാടോട് നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.